വളരെ ഈസി ആയിട്ടുള്ള അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ് നമ്മുടെ ചെറുപയറും ക്യാരറ്റും ചേർത്തിട്ടുള്ള തോരൻ. സാധാരണ അങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ വളരെ ചാൻസ് കുറവാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വെറൈറ്റി അല്ലെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ചെയ്ത് നോക്കാറുള്ളൂ. അതിലൊന്നാണ് ഈ ഒരു തോരൻ. അപ്പോൾ ഈ തോരൻ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് തോരനായിട്ട് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാലഡൊക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് ഇടയ്ക്ക് ഇപ്പോൾ ഒരു 11 മണിക്കോ അല്ലെങ്കിൽ വൈകുന്നേരം സ്നാക്സിന് പകരമായിട്ട് ചായയുടെ കൂടെ കഴിക്കാം. അങ്ങനെ പല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ക്യാരറ്റ് ചെറുപയർ തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാരറ്റ് ചെറുപയർ തോരനായിട്ട് നമ്മളിപ്പോൾ ചെറുപയർ 1/2 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. ഞാനിപ്പോൾ ഇത് തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇന്നലെ രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുഴഞ്ഞു പോവാതെ നമുക്ക് ചെറുപയർ വേവിച്ചെടുക്കാം. പിന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ വെച്ചിട്ട് വേവിക്കാം. പക്ഷെ കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ തോരൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. തോരൻ കാണാനും ഭംഗി ഉണ്ടാവില്ല. അതുപോലെ തന്നെ 1/4 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, തേങ്ങ ചിരവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതിനേക്കാൾ നല്ല ചെറിയ ക്യൂബ്സ് ആയിട്ട് അല്ലെങ്കിൽ ചെറിയ പീസുകളായിട്ട് എങ്ങനെയാണോ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പം ആ രീതിയിൽ ചെറിയ പീസുകളാക്കി എടുക്കുന്നതാണ്. ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ തോരൻ പെർഫെക്റ്റ് ആവില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ക്യാരറ്റ് കട്ട് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒന്ന് നീളത്തിൽ മുറിച്ചിട്ട് വീണ്ടും കുറുകയും മുറിക്കുന്നുണ്ട്. ഇതുപോലെ ആക്കിയിട്ട് ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു തിക്നെസ് മതി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാരറ്റും ചെറുപയറും നമ്മൾ കുക്കറിലല്ല വേവിക്കുന്നത്, ഞാൻ ചട്ടിയിലാണ് വേവിക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയൊരു തിക്നെസ് മതി എന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിയ പീസായിട്ട് എടുക്കാം. പക്ഷെ എളുപ്പം കുക്കായി കിട്ടാൻ എളുപ്പം എല്ലാം ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുമ്പോഴായിരിക്കും. അധിക സമയം എടുക്കില്ല. അപ്പോൾ വേഗം തന്നെ തോരൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ക്യാരറ്റ് മുഴുവൻ നമുക്ക് ആദ്യം കട്ട് ചെയ്യാം. ഈ ഒരു വലിപ്പമുള്ളൂ. നമ്മുടെ ചെറുപയറിൻ്റെ ഏകദേശ വലിപ്പമൊക്കെ തന്നെ കണ്ടോ. അപ്പോൾ ഈ ക്യാരറ്റ് മുഴുവൻ ഞാൻ കട്ട് ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ക്യാരറ്റ് മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ചെറുപയർ കുക്ക് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം ക്യാരറ്റ് കുക്ക് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ചെറുപയർ ഒരു 1/4 ഭാഗം വേവായതിന് ശേഷം ക്യാരറ്റ് ചേർക്കുക. ഇല്ലെങ്കിൽ ക്യാരറ്റ് ഓവർ കുക്കായിപ്പോവും. അപ്പോൾ ഓവർ കുക്കായി പോയിട്ടുണ്ടെങ്കിൽ എല്ലാ തോരനുകളും കുഴഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ഇനി ചെറുപയർ കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെറുപയർ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഉപ്പ് ഞാൻ പയറൊന്ന് പകുതി കുക്കായി വരുമ്പോഴേ ചേർക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപയർ കുക്കറിലാണെങ്കിലല്ലേ വേഗം കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ പയറൊന്ന് കുക്കാവട്ടെ. ഹാഫ് കുക്കാവുമ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം. സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അരപ്പിലേക്കായിട്ട് ഞാനിപ്പോൾ ഒരു 2.5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഈ വലുപ്പത്തിലുള്ളത്. നമുക്ക് എത്ര എരിവ് വേണം എന്നുള്ളതനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം തീരുമാനിക്കാം. പിന്നെ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 ഇതിൽ വേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങ ചിരവിയത് 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ചേർക്കാം നമുക്ക് തേങ്ങ ആവശ്യത്തിനനുസരിച്ച്. അപ്പോൾ തേങ്ങ കൂടി പോയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ എന്ന് പറഞ്ഞത്. ഇതിലേക്ക് നമുക്കിനി ജീരകം ചേർക്കാം. അപ്പോൾ ജീരകം അരഞ്ഞു കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മുടെ തോരൻ്റെ പാകം തെറ്റിപ്പോവും. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 2 പിഞ്ച് ജീരകപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇത്രയും ചേർത്ത് നമുക്ക് തോരൻ്റെ പാകത്തിലാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയർ ഇപ്പോൾ ഒരു 1/4 ഭാഗം കുക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ പയർ വേവിക്കുമ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഇനി പച്ചവെള്ളം ഒഴിക്കാതെ തിളപ്പിച്ച വെള്ളം ഒഴിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ആ പയറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി ക്യാരറ്റും ഈ പയറിൻ്റെ കൂടെ ചേർന്നൊന്ന് കുക്കായി വരട്ടെ. കംപ്ലീറ്റ് വെള്ളം വറ്റി വരേണ്ട, കുറച്ച് വെള്ളം വേണം. എന്നാലേ നമുക്ക് തോരൻ്റെ അരപ്പൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ.
ഇതൊന്ന് കുക്കായി വരട്ടെ ഇനി ക്യാരറ്റും കൂടി. അപ്പോൾ നമ്മുടെ ക്യാരറ്റും കുക്കായി കഴിഞ്ഞു. ഇത് കണ്ടോ, ഇനിയിപ്പോൾ വളരെ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈ ചട്ടിയുടെ നടുഭാഗത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, നമ്മുടെ തോരൻ്റെ അരപ്പ് വെച്ചു കൊടുക്കാം. അപ്പോൾ അരപ്പ് കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ ഉള്ളൂ, അധികമില്ല. അപ്പോൾ നമ്മുടെ പയറും ക്യാരറ്റും ഒന്നും കുഴഞ്ഞു പോവാതെ കറക്റ്റായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. പിന്നെ തോരൻ്റെ ഭാഗം ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഈ ഒരു ഭാഗത്തിലാണ് നമ്മൾ തേങ്ങ ഒതുക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചെറുപയറും ക്യാരറ്റും ഉപയോഗിച്ച് പതുക്കെ ഈ തേങ്ങ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് മൂടി വയ്ക്കാൻ പറ്റില്ല, എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചട്ടി കുറച്ച് ചെറുതാണ്. അപ്പോൾ പറ്റുന്ന പോലെ നമുക്കൊന്ന് കവർ ചെയ്യാം. സാധാരണ നമ്മൾ എല്ലാ റെസിപ്പികളും ചെയ്യുമ്പോൾ കവർ ചെയ്ത് കാണിക്കാറുള്ളതാണ്. ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അടിഭാഗത്ത് നിന്ന് നമുക്ക് ക്യാരറ്റും ചെറുപയറും മുകളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഒന്ന് കുക്കായി നന്നായിട്ട് ആവി വന്നോളും. ഇപ്പോൾ നമ്മൾ തേങ്ങ ചേർത്ത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് കുക്കായി ഇതാ ആവി വന്നു തുടങ്ങുന്നുണ്ട്. നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ നിന്ന് ഈ തോരനൊന്ന് മാറ്റാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാനുള്ള സ്പേസ് ഇല്ല, ചെറിയ ചട്ടി ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വലിയൊരു ചട്ടിയിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ നമുക്ക് വറവ് ചേർക്കലും തോരൻ മാറ്റിയെടുക്കലും കൂടി ഒരുമിച്ച് ഒരു ചട്ടിയിൽ തന്നെ ചെയ്യാം. ഞാൻ വേറെ ചട്ടി വയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കഴിയാറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2-3 വറ്റൽമുളക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തോരൻ ചേർക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വലിയ ചട്ടിയിൽ വലിയ പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ തോരനിലേക്ക് വറവ് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇളക്കാൻ എളുപ്പത്തിനാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് ആഡ് ചെയ്യാം. ഇനി നമുക്ക് എത്രത്തോളം ഡ്രൈ ആവണം തോരൻ എന്നുള്ളതനുസരിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഡ്രൈ ആയി വന്നോളും. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുപയർ അധികം ഇളക്കിയിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോവും. പിന്നെ ഉപ്പ് ചെക്ക് ചെയ്യുക, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ചെറുപയർ ക്യാരറ്റ് തോരൻ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു തോരനാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്യാരറ്റ് ചെറുപയർ തോരൻ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പയറും ക്യാരറ്റും ചേർത്തിട്ടുള്ള തോരൻ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് മറക്കാതെ ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ റെസിപ്പീസ് ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ ക്യാരറ്റ് ചെറുപയർ തോരൻ എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ട്. സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ? അപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്നറിയാം. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റുള്ള വീഡിയോകൾ നിങ്ങളൊന്ന് നോക്കാം കേട്ടോ ഇടയ്ക്ക്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത ദിവസങ്ങളിൽ ഇന്ന് വീഡിയോ ഇല്ലേന്ന് ചോദിച്ചിട്ട് കുറേ വാട്സാപ്പുകളും കമൻസും ഒക്കെ വരാറുണ്ട്. അപ്പോൾ വീഡിയോ ഇല്ലാത്ത ദിവസങ്ങളിൽ, അതായത് സൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ, ഈ 2 ദിവസങ്ങളിലാണ് നമ്മൾ ഈ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ ട്യൂസ്ഡേ നമ്മുടെ പുതിയ ചാനലിൽ വ്ളോഗ് ഉണ്ടാവും, സൺഡേ വീഡിയോസ് ഉണ്ടാവാറില്ല. അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും ഇരുന്നിട്ട് പഴയ വീഡിയോകളൊക്കെ കാണും, നമ്മൾ ആദ്യം മുതൽ ചെയ്തിട്ടുള്ള റെസിപ്പികളൊക്കെ കാണും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് റെസിപ്പികൾ കിട്ടും. അപ്പോൾ നമ്മുടെ പുതിയ ചാനലിൻ്റെ പേര് അറിയില്ല എന്നുണ്ടെങ്കിൽ നീതാസ് വ്ളോഗ്സ് എന്നാണ് പുതിയ ചാനലിൻ്റെ പേര്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചാനലും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.